നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ പഞ്ചഗ്രഹ യോഗ നിരൂപണമാകുന്നു. ഇവിടെ പഞ്ചഗ്രഹ യോഗ നിരൂപണത്തിൽ നാം നിരൂപണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ആദ്യം ഞാൻ ഈ ശ്ലോകം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം, ശ്രദ്ധിക്കുക. സാധു കല്യശരീരോ വിദ്യാധന സത്യസൗഖ്യ സമ്പന്ന ബഹുമിത്രോ ബന്ധുഹിതോ ബുധേന്ദു കുജജീവ ഭൃഗുപുത്രേഹി. ബുധൻ, ചന്ദ്രൻ, പിന്നീട് കുജൻ ചൊവ്വ, ജീവൻ വ്യാഴം, ഭൃഗുപുത്രേഹി ശുക്രൻ. ഇവിടെ 4 ശുഭഗ്രഹങ്ങളും 1 പാപഗ്രഹങ്ങളുമാണ് യോഗത്തിൽ വരുന്നത്. പാപഗ്രഹമായി ചൊവ്വയും ശുഭഗ്രഹങ്ങളായി ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രന്മാർ. ഈ ഗ്രഹങ്ങളുടെ യോഗത്താൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമായിരിക്കുമെന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു. ഒരു നല്ല യോഗമായി ഇതിനെ പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. സാധു എന്നാൽ സജ്ജനമെന്ന അർത്ഥമാണ്. സജ്ജനങ്ങളുടെ നന്മകളോടുകൂടിയ ഒരു വ്യക്തിയായിരിക്കും ഈ യോഗത്തിൽ ജാതനായ വ്യക്തി എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു കല്യശരീര, ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയ വ്യക്തി. കല്യം ശരീരം യസ്യ സഹ. ഇദ്ദേഹം ആരോഗ്യ വിഷയത്തിൽ ഒരു പൂർണ്ണ അരോഗ ദൃഢഗാത്രനായിരിക്കും ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു. പിന്നീട് വിദ്യാധന സത്യ സൗഖ്യ സമ്പന്ന. ഇദ്ദേഹം സമ്പന്നനാണ്. എന്തൊക്കെ കൊണ്ട്? വിദ്യ കൊണ്ട്, ധനം കൊണ്ട്, സുഖം കൊണ്ടും സത്യം കൊണ്ടും. അതിനാൽ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സമ്പന്നനായ വ്യക്തിയാണ് ഈ യോഗത്തിൽ ജാതനായ വ്യക്തി എന്നാണ് കല്യാണവർമാവ് സമർത്ഥിക്കുന്നത്. ബഹുമിത്രനാണ്. ഇദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ബന്ധുഹിത, തൻ്റെ ബന്ധുക്കളുടെ ഹിതകാര്യം ചെയ്യുന്ന ആളുമാണ്. അവർക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് അവരെ ഹിതകരമായ രീതിയിൽ അവർക്ക് വർദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പഞ്ചഗ്രഹ യോഗത്തിൽ ജനിച്ച വ്യക്തി എന്ന് കല്യാണവർമാവ് സമർത്ഥിക്കുന്നു. ഒരു ഉത്തമ ശ്ലോകമാണിത്. നന്ദി, നമസ്തേ.